നമസ്കാരം. വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഈയൊരു ചെറിയ ഒത്തുചേരലിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്രായമേറും തോറും പുരുഷന്മാരുടെ ശരീരത്തിലും ഊർജ്ജത്തിലുമൊക്കെ സ്വാഭാവികമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ? പലപ്പോഴും ആരോടും തുറന്നു പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ. യാതൊരുവിധത്തിലുള്ള ആശങ്കയോ മടിയോ കൂടാതെ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ശാന്തവും സുരക്ഷിതവുമായൊരിടമാണിത്. ഇതൊരു ലളിതമായ വിശദീകരണമാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയത്. ഇതിലെ വിവരങ്ങൾ നിങ്ങളുടെ ആരോഗ്യയാത്രയിൽ ഒരു നല്ല വഴികാട്ടിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് തന്നെ ഈ ചോദ്യം ഒന്ന് ശാന്തമായി ചോദിച്ചു നോക്കൂ. അടുത്തിടെയായി നിങ്ങളുടെ ഊർജ്ജത്തിലോ സ്റ്റാമിനയിലോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിലോ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. പ്രായം കൂടുമ്പോൾ പുരുഷന്മാരുടെ ആരോഗ്യത്തിലും ഉന്മേഷത്തിലും ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത് തികച്ചും സ്വാഭാവികമായൊരു കാര്യമാണ്. ഇത് വളരെ സാധാരണമാണെങ്കിലും നമ്മളാരും ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല എന്നത് മാത്രമാണ് സത്യം. നിങ്ങളുടെ ഈ അനുഭവങ്ങൾ തികച്ചും സാധുവായവയാണ്. ഇതിൽ യാതൊരു നാണക്കേടും തോന്നേണ്ടതില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ തുടർന്നുകൂടെ വളരെ തുറന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. ദീർഘകാലത്തേക്കുള്ള സ്വാഭാവികമായ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന നമ്മുടെ ഈ കൊച്ചുകൂട്ടായ്മയുടെ ഭാഗമാകാൻ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുമല്ലോ. നമുക്ക് ഒരുമിച്ച് പരസ്പരം പിന്തുണ നൽകി ഈ യാത്ര തുടരാം. അപ്പോൾ എന്താണ് പുരുഷന്മാരുടെ ലൈംഗിക ഉന്മേഷം അഥവാ മെയിൽ വൈറ്റാലിറ്റി എന്ന് പറയുന്നത്? സത്യത്തിൽ ഇതൊരിക്കലും കേവലം ശാരീരികമായൊരു പ്രകടനം മാത്രമല്ല. നമ്മുടെ ശാരീരിക ഊർജ്ജം, ശരീരത്തിലെ നല്ല രീതിയിലുള്ള രക്തയോട്ടം, വൈകാരികമായ ആത്മവിശ്വാസം, അതുപോലെ സന്തുലിതമായ ഹോർമോണുകൾ, ഇതെല്ലാം ചേർന്ന ഒരു സമഗ്രമായ അവസ്ഥയാണിത്. ഇതിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും മാനസികാവസ്ഥയും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ശരീരം പൂർണ്ണമായും ആരോഗ്യകരമായി സ്വസ്ഥമായിരിക്കുമ്പോഴാണ് ഈ ഉന്മേഷം നിലനിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഒലിവ് ഓയിലിന് ശരിക്കും പുരുഷന്മാരുടെ ആരോഗ്യത്തെ സഹായിക്കാനാകുമോ എന്ന്. തീർച്ചയായും സാധിക്കും. നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന് ശരീരത്തെ സംരക്ഷിക്കാനും പോഷിപ്പിക്കാനും വലിയ കഴിവുണ്ട്. ഭക്ഷണമെന്നത് വെറുമൊരു ശീലം മാത്രമല്ലല്ലോ, അത് നമ്മുടെ ശരീരത്തിനുള്ള ഇന്ധനമാണ്. ഒലിവ് ഓയിൽ ആ ഇന്ധനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. മെഡിറ്ററേനിയൻ ശൈലിയിലുള്ള ഭക്ഷണരീതിയെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഒലിവ് ഓയിലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കർശനമായ ഡയറ്റുകൾക്ക് പകരം ശരീരത്തിന് സ്വാഭാവികമായ പോഷണം നൽകാനാണ് ഈ രീതി നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയും ഹൃദയത്തിന്റെ ആരോഗ്യവും വളരെ സ്വാഭാവികമായി തന്നെ മെച്ചപ്പെടുത്തുന്നു. ശരീരത്തെ പട്ടിണിക്കിടാതെ തന്നെ ആവശ്യമായ ഊർജ്ജം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. കൊഴുപ്പുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു ചെറിയ പേടിയാണല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, എല്ലാ കൊഴുപ്പുകളും അത്ര മോശമല്ല. ഒലിവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ പോലുള്ളവ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. പുരുഷന്മാരിൽ ഊർജ്ജവും ഉന്മേഷവും നൽകുന്ന ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇത്തരം നല്ല കൊഴുപ്പുകൾ കൂടിയേ തീരൂ. നമ്മുടെ കോശങ്ങളുടെ നിർമ്മാണത്തിനും ആരോഗ്യത്തിനും ഇവ വളരെ പ്രധാനമാണ്. നമ്മുടെ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം വളരെ അത്ഭുതകരമാണ്. ഒന്നാമതായി, നമ്മുടെ നാഡീവ്യവസ്ഥ ശാന്തമാകുമ്പോൾ മാനസിക സമ്മർദ്ദം പതുക്കെ കുറയുന്നു. രണ്ടാമതായി, ഇത് ശരീരത്തിലെമ്പാടും മികച്ച രക്തയോട്ടത്തിന് സഹായിക്കുന്നു. മൂന്നാമതായി, ഈ മാറ്റം നിങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും അതുവഴി മികച്ച ഊർജ്ജവും ആത്മവിശ്വാസവും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. നോക്കൂ, പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു മനോഹരമായ ചങ്ങല പോലെയാണിത്. എന്തുകൊണ്ടാണ് മാനസിക സമ്മർദ്ദം പുരുഷന്മാരുടെ ലൈംഗികാരോഗ്യത്തെ ഇത്രയധികം ബാധിക്കുന്നത്? സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് എന്നത് വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല, ഒരു വലിയ ഭാരം പോലെ അത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഊർജ്ജത്തെയും ഉന്മേഷത്തെയും വളരെ നിശബ്ദമായി കാർന്നു തിന്നാൻ മാനസിക സമ്മർദ്ദത്തിന് കഴിയും. നാം അറിയാതെ തന്നെ അത് നമ്മുടെ ആരോഗ്യത്തെ തളർത്തുകയാണ് ചെയ്യുന്നത്. സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ശരീരവും ശാന്തമായ ഒരു ശരീരവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ സ്ട്രെസ്സിലായിരിക്കുമ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുകയും അത് രക്തക്കുഴലുകളെ ചുരുക്കി പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ ശരീരം ശാന്തമായിരിക്കുമ്പോഴോ ഹോർമോണുകൾ സന്തുലിതമാവുകയും രക്തയോട്ടം നന്നായി നടക്കുകയും ചെയ്യുന്നു. അടുപ്പവും സ്നേഹവുമെല്ലാം ആരംഭിക്കുന്നത് ശാന്തമായ ആ ഒരു മനസ്സിൽ നിന്നാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഹൃദയാരോഗ്യത്തെയും രക്തയോട്ടത്തെയും സഹായിക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോഷണം നൽകുന്ന ഒരു നദി പോലെയാണ് നമ്മുടെ രക്തയോട്ടം. ഈ നദി യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഒഴുകേണ്ടത് അത്യാവശ്യമാണ്. ഒലിവ് ഓയിൽ ഈ പ്രക്രിയയെ വളരെ സ്വാഭാവികമായി സഹായിക്കുന്നു. ഇതിനു പിന്നിൽ ലളിതമായ ചില കാരണങ്ങളുണ്ട്. ഒലീവ് ഓയില് നമ്മുടെ രക്തക്കുഴലുകളെ എപ്പോഴും വഴക്കമുള്ളതും ശുദ്ധവുമായി നിലനിർത്തുന്നു. രക്തക്കുഴലുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന നൈട്രിക് ഓക്സൈഡിന്റെ അളവ് ഇത് വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇതിലെ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ ഇയും നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നു. പുരുഷന്മാരുടെ ലൈംഗിക ഉത്തേജനത്തിനും സ്റ്റാമിനയ്ക്കും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ഈ നല്ല രക്തയോട്ടമാണ്. ഒലീവ് ഓയിൽ ഇവിടെ നിങ്ങൾക്കൊരു വലിയ സംരക്ഷകനായി മാറുകയാണ്.
ശരീരത്തിൽ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന SHBG എന്നൊരു മെസ്സഞ്ചറുണ്ട്. ഒലിവ് ഓയിലിലെ പോഷകങ്ങൾ ഈ SHBGയെ കൃത്യമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ പുരുഷന്മാർക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ശരീരത്തിൽ എപ്പോഴും ലഭ്യമാണെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കൃത്യമായാണ് നടക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ പലർക്കുമുണ്ടാകുന്നൊരു സംശയമുണ്ട്. സാധാരണ ഒലിവ് ഓയിലിനേക്കാൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ കൂടുതൽ നല്ലതാണോ? അതെ, നിങ്ങളുടെ ആരോഗ്യത്തിനായി ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ ഈ ചോദ്യം തീർച്ചയായും നിങ്ങളെ സഹായിക്കും. നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഏറ്റവും മികച്ചത് തന്നെ നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതെ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെയാണ് എപ്പോഴും നല്ലത്. യാതൊരുവിധ രാസവസ്തുക്കളും ചേർക്കാതെ, പോഷകങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ സ്വാഭാവികമായി കോൾഡ് പ്രസ് ചെയ്തെടുക്കുന്നതാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. അതിനാൽ അതിൽ ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി പോളിഫെനോളുകൾ ഏറ്റവും ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നു. ഹോർമോണുകളുടെ ആരോഗ്യത്തിന് ഇതിലും മികച്ച മറ്റൊരു തിരഞ്ഞെടുപ്പില്ല. ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ എത്രമാത്രം ഒലിവ് ഓയിൽ ഉൾപ്പെടുത്താം, കൊഴുപ്പായതുകൊണ്ട് തന്നെ എത്രത്തോളം ഉപയോഗിക്കാം എന്നൊരു സംശയം സ്വാഭാവികമാണ്. ഒരുപാട് കഴിച്ചാൽ അത് ദോഷമാകുമോ എന്ന ഭയം ഒന്നും വേണ്ട. നമുക്കത് വളരെ ലളിതമായി മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മിതത്വം. കുറഞ്ഞ അളവിലുള്ള ഉപയോഗം മതിയാകും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാൻ. മിതമായി ഉപയോഗിക്കുമ്പോൾ അത് ഹൃദയത്തെ സംരക്ഷിക്കുകയും സ്ഥിരമായ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. എന്നാൽ അമിതമായി ഉപയോഗിച്ചാലോ? അത് അനാവശ്യമായി ശരീരഭാരം കൂടാൻ കാരണമാകും. അമിതഭാരം ലൈംഗിക ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് ആ ഒരു ബാലൻസ് നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള പരിഹാരങ്ങളേക്കാൾ സ്വാഭാവികമായ ദൈനംദിന ശീലങ്ങളാണോ കൂടുതൽ പ്രധാനം? തീർച്ചയായും. ഒരുപാട് പാർശ്വഫലങ്ങളുള്ള പെട്ടെന്ന് ഫലം തരുന്ന ഗുളികകൾക്ക് പിന്നാലെ പോകുന്നതിനേക്കാൾ നല്ലത് സ്വാഭാവികമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യയാത്രയിൽ സ്നേഹപൂർവമുള്ള ദീർഘകാല ഫലം തരുന്നൊരു സമീപനമാണ് എപ്പോഴും സുരക്ഷിതം. കുറുക്കുവഴികൾ പലപ്പോഴും നമ്മെ അപകടത്തിലേക്കാണ് നയിക്കുക. പെട്ടെന്നുള്ള പരിഹാരങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ താൽക്കാലിക ഫലങ്ങൾ തന്നേക്കാം. എന്നാൽ അവ തലവേദന പോലുള്ള മറ്റു പാർശ്വഫലങ്ങളോ നിങ്ങളിൽ കൂടുതൽ മാനസിക സമ്മർദ്ദമോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ശരീരം അർഹിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ പരിചരണമാണ്. സ്ഥിരമായ നല്ല ശീലങ്ങൾ നിങ്ങളുടെ ദീർഘകാല ആരോഗ്യവും വൈകാരിക സന്തുലിതാവസ്ഥയും ശാരീരിക സുരക്ഷയും ഉറപ്പാക്കുന്നു. ഒലിവ് ഓയിൽ നമ്മുടെ ഭക്ഷണത്തിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. പുതിയ പച്ചക്കറികളിലോ സലാഡുകളിലോ അല്പം ഒഴിച്ചു കഴിക്കാം. ബ്രെഡ് കഴിക്കുമ്പോൾ അതിൽ ലഘുവായി മുക്കി കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ രാവിലത്തെ സ്മൂത്തിയിൽ ഒരു ചെറിയ സ്പൂൺ ചേർക്കാം. നിങ്ങളെ തന്നെ സ്നേഹിക്കാനും പരിപാലിക്കാനുമുള്ള വളരെ ആസ്വാദ്യകരമായ ഒരു ചെറിയ ശീലമാണിത്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾക്ക് ആത്മവിശ്വാസവും ഊർജ്ജവും വർദ്ധിപ്പിക്കാൻ കഴിയുമോ? ഉവ്വ്, തീർച്ചയായും സാധിക്കും. നിങ്ങളുടെ നഷ്ടപ്പെട്ട ഊർജ്ജവും ഉന്മേഷവും സ്വാഭാവികമായി തന്നെ തിരികെ കൊണ്ടുവരാനുള്ള വലിയൊരു കഴിവ് നിങ്ങളുടെ ശരീരത്തിന് തന്നെയുണ്ട്. ആ കഴിവിനെ നമ്മൾ സ്നേഹത്തോടെ പിന്തുണയ്ക്കുക മാത്രമേ വേണ്ടൂ. ഒന്നാമതായി, ഒലീവ് ഓയിൽ പോലെയുള്ള പോഷകപ്രദമായ കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമതായി, ദിവസവും പതിവായി അല്പനേരം വ്യായാമം ചെയ്യുക. മൂന്നാമതായി, നല്ല ഉറക്കത്തിന് മുൻഗണന നൽകുക. ഈ കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ശരീരത്തിന് പഴയ ശക്തിയും ആത്മവിശ്വാസവും സ്വാഭാവികമായി തന്നെ തിരികെ നൽകാൻ സഹായിക്കും. വളരെ ശാന്തമായ മനോഹരമായ ഒരു മാറ്റമാണിത്. ഈയൊരു കാര്യം എപ്പോഴും ഓർക്കുക: ശരിയായ പോഷണം എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് നിങ്ങളുടെ മാനസിക ആരോഗ്യവും. യഥാർത്ഥ അടുപ്പവും ഊർജ്ജവും എപ്പോഴും ആരംഭിക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. പ്രായമാകുന്നു എന്നതിലെ ആശങ്കകളും മാനസിക സമ്മർദ്ദങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. വൈകാരിക ആരോഗ്യത്തിൻ്റെയും സ്വയം അംഗീകരിക്കുന്നതിൻ്റെയും ഒരു അന്തരീക്ഷത്തിലാണ് ശരീരത്തിൻ്റെ ഉന്മേഷം വളരുന്നത്. നിങ്ങളെ സ്വയം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ശരീരം അതിനോട് തനിയെ പ്രതികരിച്ചു തുടങ്ങും. നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി കുറച്ചു സമയം മാറ്റിവെച്ച് ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറായതിന് നിങ്ങൾക്ക് വലിയ നന്ദി. ദീർഘകാല ആരോഗ്യത്തിലേക്കുള്ള ഈ മനോഹരമായ യാത്രയിൽ ഒപ്പം ചേരാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരസ്പരം പിന്തുണ നൽകി നമുക്കിത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. വളരെ മനോഹരമായ ഈ വരികളോടെ നമുക്കിന്ന് അവസാനിപ്പിക്കാം. ആരോഗ്യമെന്നത് ഒരു മത്സരമോ കർശനമായ ചികിത്സയോ അല്ല. ഏതു പ്രായത്തിലും യഥാർത്ഥ ഉന്മേഷം തോന്നാൻ ശരീരത്തെയും മനസ്സിനെയും പോഷിപ്പിക്കുന്നതിനുള്ള സൗമ്യമായ ദൈനംദിന പ്രതിബദ്ധതയാണ്. അതെ, ഏതു പ്രായത്തിലും നിങ്ങൾക്ക് സന്തോഷത്തോടെയും ഊർജ്ജത്തോടെയും ഇരിക്കാൻ കഴിയണം. യാതൊരുവിധ ആശങ്കകളുമില്ലാതെ കൂടുതൽ നല്ലൊരു ജീവിതശൈലിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സ്വന്തം ശരീരത്തോട് കൂടുതൽ കരുണ കാണിക്കാൻ എന്ത് ചെറിയ മാറ്റമാവും നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.